ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് ശേഷം CJP പാർട്ടിയുടെ റെസിഗ്നേഷൻ പാർട്ടിയാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ജൂൺ 20 മുതൽ CJP പാർട്ടിയുടെ പ്രതിഷേധം ജന്തർ മന്ദിറിൽ അരങ്ങേറിയപ്പോൾ നാനാ ദിക്കിൽ നിന്നുമാണ്, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് സപ്പോർട്ട് അവർക്ക് ലഭിച്ചത്. ജെൻസിയുടെ ഒഴുക്ക് തന്നെയായിരുന്നു അവിടെ നമ്മൾ കണ്ടത്. പക്ഷേ അവരെ എല്ലാരെയും തെരുവിലാക്കിക്കൊണ്ടാണ് ആർഭാടകരമായിട്ടുള്ള 5 സ്റ്റാർ ഹോട്ടൽ ലഹരി പാർട്ടി ഇവർ നടത്തിയിരിക്കുന്നത്. എന്തുകൊണ്ട് എന്നാൽ ഈ ലഹരി പാർട്ടി നടത്തിയപ്പോൾ അവിടെയുള്ള എല്ലാ ആളുകളെയും നിങ്ങൾ കൊണ്ടുപോയില്ല. ഏറ്റവും രൂക്ഷ വിമർശനം ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് CJP പാർട്ടിയുടെ മുൻ നേതാവായ മേഘ്നാഥ് എസ് ആണ്. ഏറ്റവും രൂക്ഷകരമായിട്ടുള്ള രീതിയിൽ CJP പാർട്ടി വക്താക്കളായ അഭിജിത് ദീപ്കേനെ വിമർശിച്ചിരിക്കുന്നത്. കാരണം തന്റെ സ്വന്തം ചിലവിലാണ് അവിടെ വന്ന ആളുകളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടാക്കാനായിട്ട് അവർക്ക് വണ്ടി കൂലി വരെ കൊടുത്ത് തന്റെ സ്വന്തം ചിലവിലാണ്. അപ്പോൾ ഇങ്ങനെയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്രയും ആളുകൾ അവിടെ തെരുവിലിറക്കപ്പെട്ടിട്ട്, അതായത് അവരെങ്ങനെ പോകും, അവരെന്ത് കഴിക്കും എന്ന് പോലും ഇവരാരും ചിന്തിച്ചില്ല. അവരെല്ലാവരും ലഹരി പാർട്ടിയിൽ ഉന്മാദത്തിലാകാനുള്ള തിരക്കിലായിരുന്നു എന്നാണ് മേഘ്നാഥ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. ഫണ്ടിങ് ഇറങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് തിരസ്കരിക്കുന്ന CJP പാർട്ടിയുടെ വക്താക്കൾ ഇത് ചൂണ്ടിക്കാണിക്കണം, അല്ലെങ്കിൽ രംഗത്ത് വരണം. യാതൊരു പ്രൊപ്പഗണ്ടയും അജണ്ടയും ഇല്ലാതെ ഒരു ദിവസം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എക്സ് അക്കൗണ്ടിലുമെല്ലാം പെട്ടെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊരു അക്കൗണ്ട് വരുന്നു. ആ അക്കൗണ്ടിന് ലക്ഷക്കണക്കിന് ആളുകൾ ഫോളോവേഴ്സ് ആവുന്നു, പിന്നെ മില്യൺസ് ആവുന്നു. അങ്ങനെ അതൊരു സംരംഭമാവുന്നു, പിന്നെ അതൊരു മൂവ്മെന്റ് ആവുന്നു. ആ മൂവ്മെന്റിന്റെ ആദ്യത്തെ അവരുടെ ആവശ്യമായിരുന്നു ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. ധർമ്മേന്ദ്ര പ്രധാൻ രാജി വെച്ച് കഴിഞ്ഞപ്പോൾ ആ പാർട്ടി അവസാനിച്ചു. അതായത് ജന്തർ മന്ദിറിലെ പാർട്ടിയുടെ എല്ലാം അഴിച്ചു മാറ്റി കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ച് പ്രവർത്തകർ മാത്രം നിൽക്കുന്നുണ്ടായിരുന്നു. നാനാദിക്കിൽ നിന്ന് വന്ന ആളുകൾക്ക് ഒരു ഹസ്തദാനം പോലും കൊടുക്കാതെ, അല്ലെങ്കിൽ അവരെ ഒന്ന് സപ്പോർട്ട് പോലും ചെയ്യാതെ ഇനി നിങ്ങൾ എങ്ങനെ പോകും, നിങ്ങൾ എന്ത് ചെയ്യും എന്നൊന്നും ചോദിക്കാതെ വൈകുന്നേരത്തെ നിശ പാർട്ടിയിൽ ഉന്മാദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ധൃതി കൂട്ടിയിരുന്നത്. ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഈ ലഹരി പാർട്ടി നടത്തിയപ്പോൾ ഇതിന് ഫണ്ട് എവിടെ നിന്നാണെന്ന് കൂടി ഇവിടെയുള്ള അഭിജിത് ദീപ്കെ ഉൾപ്പെടെ ഉള്ളവർ വ്യക്തമാക്കണം. കാരണം ഈ CJP കലാപകാരികളുടെ ലഹരി പാർട്ടിയിൽ പങ്കെടുത്തത്, ആർഭാട ആഘോഷത്തിൽ പങ്കെടുത്തത് അഭിജിത് ദീപ്കെയും സൗരവ് ദാസും അസുതോഷ് രംഗയുമാണ്. ഇവർക്കാർക്കും ഒന്നും അറിയണ്ട. അങ്ങനെയാണെങ്കിൽ ഇത്രയും നാള് ഇവർ ഈ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചത് നീറ്റ് എക്സാം സ്കാമുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്ത 20 കുട്ടികൾക്ക് നീതി കിട്ടാനാണ്. സാധാരണ ഒരു സമരം കഴിഞ്ഞു കഴിഞ്ഞാൽ, അതിലൊരു വിജയം നടന്നു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ എന്താണ് ചെയ്യുക? 20 കുട്ടികളുടെ വീടുകളിൽ പോയി ഒന്ന് സന്ദർശിക്കും, അവരുടെ മാതാപിതാക്കൾക്ക് ഒരു സപ്പോർട്ട് കൊടുക്കും, നിങ്ങളാണ് ഇവിടെ വിജയിച്ചതെന്ന് പറയും. പക്ഷേ ഇവിടെ എന്താണ് നടന്നത്? ഇവിടെ നേരെ ആ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി പ്രഖ്യാപിച്ച അന്ന് തന്നെ ആ 20 മരിച്ച കുട്ടികളുടെ ഫോട്ടോസ് ഇവർ വ്യക്തമായിട്ട് കാണിച്ചു. തീർന്നു, അവർക്ക് അവിടെ നീതി കിട്ടി. എന്തുകൊണ്ട് അവരുടെ മാതാപിതാക്കളെയും നിങ്ങൾ ആ സമരവേദിയിൽ കൊണ്ടുവന്നില്ല? സമരവേദിക്ക് മുന്നിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി എന്തുകൊണ്ട് നിങ്ങൾ പറയിപ്പിച്ചില്ല? യഥാർത്ഥമായിട്ടുള്ള സമരമാണ്, യുവജനതയ്ക്ക് മനസ്സിലേറ്റ് നടക്കാനുള്ള ഒരു വിപ്ലവകരമായിട്ടുള്ള സമരമാണ് ഇതെങ്കിൽ നിങ്ങൾ ആദ്യം കാണിക്കേണ്ടതും ആദ്യം കൊണ്ടുവരേണ്ടതുമായിട്ടുള്ളത് 20 കുട്ടികൾ, അതായത് നീറ്റ് എക്സാം എഴുതി ജീവനൊടുക്കിയ 20 കുട്ടികളുടെ മാതാപിതാക്കളെയാണ്. കാരണം അവർക്കും കൂടി അവരുടെ അനുഭവം പങ്കുവയ്ക്കാൻ ഉണ്ടാകില്ലേ? ഇങ്ങനെയൊക്കെയല്ലേ ഒരു സമരം അവസാനിപ്പിക്കേണ്ടത്. അല്ലാതെ റെസിഗ്നേഷൻ പാർട്ടി എന്ന് പറഞ്ഞിട്ടിട്ട് സോഷ്യൽ മീഡിയയിലെല്ലാം അവിടെ ലഹരി കഴിച്ച് ഉന്മാദിക്കുന്ന വീഡിയോസ് ആണോ? നിങ്ങൾ സമൂഹത്തിന് എന്ത് മെസ്സേജ് ആണ് ഈ CJP പാർട്ടിയുടെ ഈ റെസിഗ്നേഷൻ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇത്രയും നാൾ നിങ്ങൾ ബിൽഡ് ചെയ്ത്, ഒരു മാസം കൊണ്ട് നിങ്ങൾ ബിൽഡ് ചെയ്തെടുത്ത ഇമേജ് എല്ലാം താഴെ പോയില്ലേ? എല്ലാം തകിടം മറിഞ്ഞില്ലേ? മാത്രമല്ല പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ബുക്ക് ചെയ്ത്, അവിടെ റിസോർട്ട് ബുക്ക് ചെയ്ത് അവിടെ ഇത്തരത്തിൽ ലഹരി നടത്താനായിട്ട് ചില്ലറ എമൗണ്ട് ഒന്നും അല്ലല്ലോ വേണ്ടത്. എങ്ങനെയാണ് ഇത്ര ഒരു എമൗണ്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവുക? ആരാണ് ഇതിന്റെ പിന്നിൽ? നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഫണ്ടും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല, നിങ്ങൾ തന്നെ സ്വരുക്കൂട്ടിയ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണ് ഇത്രയും ഒരു ബുക്ക് ചെയ്യാനുള്ള ഫണ്ട് നിങ്ങൾക്ക് കിട്ടുക? അഭിജിത് ദീപ്കെ എന്ന് പറഞ്ഞൊരു വ്യക്തി അവിടെ അമേരിക്കയിൽ പഠിക്കാൻ പോയതാണ്, അല്ലാതെ ജോലിക്ക് പോയ വ്യക്തിയല്ല. അവിടെ ജോലിക്ക് പോയ വ്യക്തി അല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു
സംരംഭം ആരംഭിച്ചപ്പോൾ, അതായത് CJP മൂവ്മെന്റ് ആരംഭിച്ചപ്പോൾ അഭിജിത്ത് ദീപ്കനെ അവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തതല്ല. അതായത് അയാൾ സ്വയം ഇഷ്ടപ്രകാരം അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയിൽ നിന്ന് എന്താണെങ്കിലും ഇത്രയും പൈസ ആൾക്ക് ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇവരുടെ ഫണ്ടിങ്ങും കാര്യങ്ങളും? പിന്നെ മാത്രമല്ല, ജുനൈദ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇവർക്ക് ഈ CJP സമരം തുടങ്ങിയ നാൾ മുതൽ 20 ദിവസം പിന്നിട്ട നാൾ വരെ, അതായത് അവസാന നിമിഷങ്ങൾക്ക് മുന്നേ വരെ ഇവർക്ക് 3 നേരം ഭക്ഷണവും വെള്ളവുമെല്ലാം അയാൾ എത്തിച്ചു കൊടുത്തിരുന്നു. അയാളുടെ വീട് UP-യിലാണ്. അവിടെ നിന്ന് അയാൾ എത്തിച്ചു കൊടുത്തിരുന്നു. ഇത് ജുനൈദ് ഒറ്റയ്ക്കാണോ ചെയ്തത് എന്ന് ചോദിക്കാനായിട്ട് ജുനൈദിന് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും പോലീസ് കസ്റ്റഡിയിൽ ജുനൈദിനോട് ചോദിച്ച കാര്യം ഇത് മാത്രമാണ്: ഈ 3 നേരവും 10,000 കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ടുള്ള താങ്കളുടെ സാമ്പത്തിക സ്രോതസ് എന്താണ് എന്ന് ചോദിച്ചു. അതിലാൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം വ്യക്തമായിട്ടുള്ള കണക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണെങ്കിൽ നമുക്ക് ആ കണക്ക് എപ്പോ വേണമെങ്കിലും കാണിക്കാം. പക്ഷെ ഇപ്പോൾ ജുനൈദ് കസ്റ്റഡിയിലായപ്പോൾ ഇവരെന്താ ചെയ്തത്? ഈ CJP പാർട്ടി എന്താണ് ചെയ്തത്? അഭിജിത്ത് ദീപ്കെ പോലെയുള്ള വക്താക്കൾ എന്താണ് ചെയ്തത്? ലഹരി പാർട്ടിയിൽ ഉന്മാദിക്കുകയായിരുന്നു. ജുനൈദിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്നോ, ജുനൈദിന് വേണ്ടി ഒരു ക്യാമ്പയിൻ നടത്താനോ, ജുനൈദിന് വേണ്ടി ജസ്റ്റിസ് എന്ന് പറയാൻ പോലും ഇവരാരും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ തന്നെയാണ് CJP പാർട്ടിയുടെ മറ്റൊരു ദൂഷ്യഫലം എന്ന് പറയുന്നത്. കാരണം ആ ഒരു സമയത്ത് കൂടെ നിന്ന ആളുകളെ സംരക്ഷിക്കാൻ കഴിയാതെ ലഹരിക്ക് അടിമപ്പെട്ട് ഇതാണോ നിങ്ങൾ യുവത്വത്തിന് നൽകുന്ന സന്ദേശം? വളരെ മോശകരമായ രീതിയാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ റെസിഗ്നേഷൻ പാർട്ടി എങ്ങനെ വേണമെങ്കിലും ആസ്വദിക്കാം, അതിനുള്ള അവകാശമൊക്കെ നിങ്ങൾക്കുണ്ട്. പക്ഷേ നിങ്ങൾ അവിടെ സമരം ചെയ്ത നീറ്റ് എക്സാം സ്കാമുമായി ബന്ധപ്പെട്ട മരിച്ച 20 കുട്ടികൾക്ക് നീതി ലഭിക്കാനാണെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചപ്പോൾ നിങ്ങൾക്ക് നീതി ലഭിച്ചോ? അതോ ഈ ലഹരി പാർട്ടി നടത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് നീതി ലഭിച്ചോ? എന്തുകൊണ്ട് നിങ്ങൾ സമൂഹത്തിന് മുന്നിൽ ആ 20 കുട്ടികളുടെ മാതാപിതാക്കളെ കൊണ്ടുവന്നില്ല? അവർക്കൊപ്പം നിങ്ങൾ ഈ ഒരു സമരത്തിന്റെ വിജയം ആഘോഷിച്ചില്ല. ഇത് തന്നെയാണ് നിങ്ങളെ CJP പാർട്ടിയുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ ഇത്തരത്തിൽ നടത്തിയ ഈ ഒരു പരിപാടിക്ക് എതിരെ കർശനമായിട്ട് നിങ്ങൾക്ക് എന്നയുടെ അന്വേഷണം നേരിടാൻ നിങ്ങൾ തയ്യാറായിക്കോളൂ. കാരണം എങ്ങനെ നിങ്ങൾക്ക് ഫണ്ടിങ് കിട്ടി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയുള്ളത് കാരണം അവിടെ വന്നതും മറ്റൊരു കിംവദന്തി കൂടി കേൾക്കുന്നുണ്ട്. കാരണം ഇത്രയും ആളുകളെ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് കൊണ്ടുവരണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഫണ്ട് വേണം. ഇത്രയും 10,000 കണക്കിന് ആളുകളെ കിടക്കാനും അവർക്ക് വേണ്ട എല്ലാം കൊടുക്കാനും ഒക്കെ പാർപ്പിടങ്ങളും, അതായത് താമസ സൗകര്യങ്ങളും, എന്താ എക്സെട്ര എന്ത് കൊടുക്കാനായിട്ടാണ് ഫണ്ട് ഇല്ലാതെ നടക്കില്ല. ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഇവർക്ക് ആർക്കും കൂടിയവരാരും പരസ്പരം അറിയുന്ന ആളുകളല്ല. അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്യുമെന്നും നമുക്ക് വിചാരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ എങ്ങനെ ഫണ്ട് വന്നു? ഇനി അവർ അന്വേഷണം നേരിടാൻ പോകുന്നത് ഫണ്ടിങ്ങിന്റെ കാര്യത്തിലാണ്. ഇന്നലെ ഇവരെയൊക്കെ പറയുന്നുണ്ടായിരുന്നു സമരം മാത്രം അവസാനിച്ചിട്ട് ഞങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ തെരുവിൽ അവർ ഇപ്പോഴും ഇറങ്ങി നിൽക്കുമ്പോൾ CJP പാർട്ടിയുടെ വക്താക്കളെല്ലാം എവിടെയാണ്? സമരം കഴിഞ്ഞപ്പോൾ വക്താക്കളുമില്ല, ആരുമില്ല. ഇനി അടുത്തത് പഞ്ചാബിലേക്ക് പോകുമെന്ന് പറഞ്ഞു. എവിടെയാണ് പഞ്ചാബിലേക്ക് പോകുന്നത്? ഒരു തീരുമാനം പോലും പഞ്ചാബിലേക്ക് പോകുന്ന കാര്യം ഇപ്പോൾ പറയുന്നില്ല. CJP പാർട്ടി നരേന്ദ്രമോദിക്കെതിരെ മാത്രമേ ശബ്ദിക്കുകയുള്ളൂ. BJP ഗവൺമെന്റ് ഭരിക്കുന്ന സ്ഥലത്ത് മാത്രമേ ശബ്ദിക്കുകയുള്ളൂ. അങ്ങ് പഞ്ചാബിലെ ആം ആദ്മി പാർട്ടിയാണ്. അവിടെ നിങ്ങൾ ശബ്ദിച്ച് പ്രതികരിച്ച് കാണിച്ചു കൊടുക്കും നിങ്ങൾ നിഷ്പക്ഷരാണെന്ന്.